എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇരുളടഞ്ഞ ദിവസം. ദ മെറിഡിയൻ എന്ന ഞങ്ങളുടെ പ്രതാപശാലിയായ കപ്പൽ ഉഷ്ണമേഖലാ സമുദ്രത്തിലെ ആ ഭീമാകാരമായ ചുഴലിക്കാറ്റിന് മുന്നിൽ ഒരു കളിപ്പാട്ടം പോലെ തകർന്നുപോയി. കപ്പിത്താനും സഹനാവികരും സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് മറയുന്നത് നിസ്സഹായനായി നോക്കി നിൽക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. ദൈവത്തിൻ്റെ അപാരമായ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രം ഒരു തകർന്ന മരപ്പലകയിൽ പിടിച്ചു തൂങ്ങി ബോധരഹിതനായി ഞാൻ ഈ അപരിചിത തീരത്ത് വന്നടിഞ്ഞു. ഒക്ടോബർ 16. കഴിഞ്ഞ 2 ദിവസമായി കടുത്ത നിരാശയും ഭയവും കാരണം തീരത്തെ മണലിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും എനിക്ക് ത്രാണിയില്ലായിരുന്നു. എൻ്റെ വിധിയോർത്ത് ഞാൻ വാവിട്ടു കരഞ്ഞു. എന്നാൽ ഇന്ന് വിശപ്പും ദാഹവും സഹിക്കാനാവാതെ വന്നപ്പോൾ ഒരു പരിഷ്കൃത മനുഷ്യനെ പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഞാൻ തീരുമാനിച്ചു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ കത്തി ഉപയോഗിച്ച് തീരത്തടിഞ്ഞ കപ്പലിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ശേഖരിക്കാൻ ഞാൻ ശ്രമിച്ചു. കുറച്ചു കയറും, നനഞ്ഞു കുതിർന്ന കുറച്ചു വെടിമരുന്നും ഒരു ചെറിയ പെട്ടി ബിസ്ക്കറ്റും എനിക്ക് ലഭിച്ചു. കുടിവെള്ളം തേടിയുള്ള യാത്രയിലാണ് ഈ ദ്വീപിൻ്റെ വിചിത്രമായ പ്രകൃതം ഞാൻ ആദ്യമായി ശ്രദ്ധിക്കുന്നത്. ഇവിടുത്തെ സസ്യജാലങ്ങൾ എനിക്ക് പരിചിതമാണ്. മരങ്ങളുടെ ഇലകൾക്ക് പച്ച നിറമല്ല, മറിച്ച് ഒരുതരം കടും നീലയും വയലറ്റും കലർന്ന ലോഹനിറമാണ്. കാട്ടിലവ ഉരസുമ്പോൾ ഇലകളുടെ മർമ്മരമല്ല, മറിച്ച് ചെറിയ മണികൾ കിലുങ്ങുന്നത് പോലെയുള്ള ശബ്ദമാണ് കേൾക്കുന്നത്. പാറകൾക്കിടയിലൂടെ ഒഴുകുന്ന ഒരു അരുവി ഞാൻ കണ്ടെത്തി. അതിലെ വെള്ളത്തിന് ഒരുതരം തുരുമ്പിൻ്റെ രുചിയായിരുന്നുവെങ്കിലും ദാഹം മാറ്റാൻ അത് ധാരാളമായിരുന്നു.